പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തവണത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂർ അതിനിർണായകമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ഈ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് LDFിലേക്ക് പോകുമ്പോഴേക്ക് ക്രൈസ്തവ വിഭാഗം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷേ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വന്നാൽ തന്നെയും ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണ UDFന് ഉറപ്പ് നൽകാൻ കഴിയുന്ന നിരവധി ഘടകങ്ങളും നേതാക്കളും UDFനൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളിയിൽ നിന്ന് വീണ്ടും മത്സരിക്കുന്നു, അദ്ദേഹം സജീവമാണ്. അതുപോലെ തന്നെ PJ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് UDFനൊപ്പമുണ്ട്, അനൂപ് ജേക്കബ് ഉണ്ട്. അതുപോലെ കോൺഗ്രസിൽ നിന്ന് തന്നെ ധാരാളം ഈ ക്രൈസ്തവ സഭകളുമായി നല്ല ബന്ധം പുലർത്തുന്ന ക്രൈസ്തവ നേതാക്കളുണ്ട്. ഇപ്പോൾ മുമ്പായിരുന്നെങ്കിൽ ഡൊമിനിക് പ്രസൻറ്റേഷൻ, PP തങ്കച്ചനെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇപ്പോഴും ആൻ്റണി, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് പോലെയുള്ള നിരവധി നേതാക്കൾ ഉണ്ട്. ഇപ്പം നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്ന് 9 UDF പ്രതിനിധികളാണ് നിലവിൽ നിയമസഭയിലുള്ളത്. ഇതിൽ ഞാൻ പരിശോധിച്ചപ്പോൾ 5 പേരും ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ മധ്യ തിരുവിതാംകൂറിലെ കർഷകർ, അതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളിലെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, അവരഭിമുഖീകരിക്കുന്ന മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മണ്ണെണ്ണ ദൗർലഭ്യം കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, ചില വിഭാഗങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമാകുമ്പോഴാണ്. ഞാനിന്നിപ്പോൾ ഏറ്റവും പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നൊരു പോയിൻറ്റ്, ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ UDFന് ഉറപ്പ് നൽകാൻ കഴിയുന്ന ക്രൈസ്തവ സഭയുമായി നല്ല ബന്ധമുള്ള നേതാക്കൾ, അതിപ്പോൾ കോൺഗ്രസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഈ CP ജോണിനെ പോലെ വിവിധ ഘടകകക്ഷികളായി ധാരാളം നേതാക്കൾ ആ വിഭാഗത്തിൻ്റെ പിന്തുണ ഉറപ്പ് നൽകാനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് CP ജോണാണ്, ഷിബു ബേബി ജോണാണ്, അതുപോലെ തന്നെ അനൂപ് ജേക്കബ് മറ്റൊരു ഘടകകക്ഷിയുടെ പ്രതിനിധിയായി ഇതുപോലെയുണ്ട്. ഇങ്ങനെ നിരവധി ഘടകകക്ഷികളെ, ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് ഉണ്ട്, RSP ഉണ്ട്, അതുപോലെ NCPയിലെ മാണി സി കാപ്പൻ, ഇങ്ങനെ UDFനൊപ്പം നിൽക്കുന്ന നിരവധി ക്രൈസ്തവ നേതാക്കൾ, ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് നേതാക്കൾ അവിടുത്തെ ഒരു പിന്തുണ ഇത്തവണ ക്രൈസ്തവ സഭയുടെ കൂടി പിന്തുണയോടുകൂടി ഉറപ്പ് വരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ജോസഫ് ഗ്രൂപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിൽ വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 5 സീറ്റുകൾ. അവർ 10 സീറ്റുകളാണ് മത്സരിച്ചിരുന്നത്. ഇത്തവണ അവർ 7-8 സീറ്റിൽ മത്സരിക്കാനാണ് സാധ്യത. അവർ നേരത്തെ മത്സരിച്ചിരുന്ന ഏറ്റുമാനൂർ സീറ്റിന് പകരം അവർ ഇത്തവണ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചേക്കും. എന്നാൽ ഇത്തവണ അവർ നിലവിൽ വിജയിച്ചിട്ടുള്ള കടുത്തുരുത്തി, തൊടുപുഴ മണ്ഡലങ്ങൾക്ക് പുറമെ നിലവിൽ PJ ജോസഫും മോൻസ് ജോസഫുമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് UDFനൊപ്പമുള്ള MLAമാർ. അവരുടെ സീറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിന്നോ മത്സരിച്ച് നിയമസഭയിൽ എത്തുന്നതോടൊപ്പം തന്നെ ഇത്തവണ ജോസഫ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്നും, കുട്ടനാട് നിന്നും, അതുപോലെ തന്നെ തിരുവല്ലയിൽ നിന്നും നിയമസഭയിലേക്ക് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതിനിധികളെത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അതിൽ വിനു ജോബുണ്ട്, അതിൻ്റെ മത്സരിച്ചെത്താൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പുതുതായി ജോസഫ് വിഭാഗത്തിൽ നിന്ന് എത്തിപ്പെടാനിടയുള്ള MLAമാർ, റെജി ചെറിയാൻ, വിനു ജോബ് പോലെയുള്ള ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ്സിലെ പ്രഗത്ഭരായ നേതാക്കൾ ചങ്ങനാശ്ശേരി, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും ചങ്ങനാശ്ശേരി അവർ പിടിച്ചെടുക്കും. അതുപോലെ തന്നെ
ഈ LDFിൻ്റെ സീറ്റ് ധാരണ നിലവിലുള്ള ആ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് തന്നെ നൽകുകയാണെങ്കിൽ തിരുവല്ലയിൽ മാത്യു ടി തോമസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ആരെയാണോ ഫീൽഡ് ചെയ്യുന്നത് അവരെ പരാജയപ്പെടുത്തും. അതുപോലെ തന്നെ കുട്ടനാട് തോമസ് കെ തോമസിനെ പരാജയപ്പെടുത്താൻ പോവുകയാണ്. ചങ്ങനാശ്ശേരിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം പരാജയപ്പെടും. ഇങ്ങനെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നിലവിലെ സാഹചര്യത്തിൽ ഇനി സീറ്റ് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ അവർ 5 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മധ്യ തിരുവിതാംകൂറിൻ്റെ പൊതുവിലുള്ള രാഷ്ട്രീയം പരിശോധിക്കുമ്പോഴും UDFിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയമായ അനുകൂല സാഹചര്യം പരിശോധിക്കുമ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളനുസരിച്ചും ഈ നേതാക്കൾ MLAമാരായി ഏറ്റവും ചുരുങ്ങിയത് കുട്ടനാട്, ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ തിരുവല്ല പോലെയുള്ള 3 സീറ്റുകളിൽ കൂടി നിലവിലെ സീറ്റുകൾക്ക് പുറമേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മാർച്ച് 1 നമുക്ക് പറയാൻ സാധിക്കുക. നന്ദി, നമസ്കാരം.